മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും 35% വരെ വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട്. ജസ്റ്റിസ് സിസ്റ്റർ എൻ. രാമചന്ദ്രൻ നായർ റിപ്പോർട്ട്. 2025 ഓഗസ്റ്റ് 21 പാർലമെന്റ് പാസാക്കിയ പൗരന്മാരെ ധനലാഭത്തിനായുള്ള ഓൺലൈൻ ഗെയിമുകളുടെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുകയും മറ്റ് തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് പ്രോത്സാഹനവും നിയന്ത്രണവും നൽകുകയും ചെയ്യുന്ന നിയമം. ഓൺലൈൻ ഗെയിമിംഗ് പ്രോത്സാഹന നിയന്ത്രണ നിയമം, 2025. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് വ്യവസായിയും ഉരുക്ക്, എഞ്ചിനീയറിംഗ് മേഖലയിൽ UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനി കപാറോ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ വ്യക്തി. സ്വരാജ് പോൾ. ധനവകുപ്പിന്റെ സർക്കുലർ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നു റിക്കവറി നടത്തേണ്ടി വന്നാൽ ഈടാക്കുന്ന ശതമാനം 2%. അടുത്തിടെ അന്തരിച്ച രസതന്ത്ര ശാസ്ത്രജ്ഞനും അധ്യാപകനും ശാസ്ത്ര സാഹിത്യകാരനുമായ വ്യക്തി. സിസ്റ്റർ ജി. രാമചന്ദ്രൻ. ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സിൽ പുരുഷ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയത് യു. കാർത്തിക്. രണ്ടാം സ്ഥാനം നേടിയത് അബ്ദുല്ല അബൂബക്കറാണ്. അടുത്തിടെ ക്രിക്കറ്റിൽ നിന്നു വിരമിച്ച ഇന്ത്യക്കു വേണ്ടി കളിച്ച ഇടംകൈ സ്പിന്നർ വനിതാ താരം ഗൗഹർ സുൽത്താന. ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറങ്ങുന്നതിനുള്ള ഇസ്രോ വിജയകരമായി പരീക്ഷിച്ച ടെസ്റ്റ്. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. അടുത്തിടെ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ട്രാൻസ് ജെൻഡർ വനിത രേവതിയുടെ കഥ പറയുന്ന ഡോക്യുമെന്ററി ഐ ആം രേവതി. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിനോട് അനുബന്ധിച്ചു പൗരരുടെ ആവശ്യ രേഖകളും സർട്ടിഫിക്കറ്റുകളും DG ലോക്കറായുമായി ബന്ധിപ്പിച്ചു ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനം. ഡീഡ്, ദി ഡിജിറ്റലൈസേഷൻ ഓഫ് എവറി എസെൻഷ്യൽ ഡോക്യുമെന്റ്സ്. പൗരരുടെ സുരക്ഷിതമായ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതി വിനിമയ, വെർച്വൽ ഇൻക്ലൂഷൻ ത്രൂ നോവൽ ഇനീഷ്യേറ്റീവ്സ് ഫോർ മോണിറ്ററി ആക്സസിബിലിറ്റി. നിർണായക സർക്കാർ രേഖകൾ സംരക്ഷിക്കാനും ഡേറ്റ ചോരാതിരിക്കാനും അടുത്തിടെ സർക്കാർ ഓഫീസുകളിൽ പെൻഡ്രൈവുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച സംസ്ഥാനം ജമ്മു കാശ്മീർ. കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്വർണം നേടിയത് മീരാബായി ചാനു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടു PM വികാസ സ്കീം പ്രകാരം നടപ്പാക്കുന്ന പദ്ധതി മത്സ്യശക്തി പദ്ധതി. കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിന്റെ വിഴിഞ്ഞം പ്രാദേശിക കേന്ദ്രത്തിലാകും പദ്ധതിയുടെ നടത്തിപ്പ്. ജപ്പാൻ സർക്കാരിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമൻഡേഷൻ ബഹുമതി നേടിയ മലയാളി ഡി. ശക്തികുമാർ. സോഫിയ സൊസൈറ്റിയുടെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് രാജ്യാന്തര അവാർഡ് നേടിയത് ഡോക്ടർ ടെസി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിത. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ദിനേശ് കെ. പട്നായിക്. ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറായി ക്രിസ്റ്റഫർ കൂട്ടറെയാണ് നിയമിച്ചത്. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി നേടിയത് നീരജ് ചോപ്ര. 85.01 മീറ്റർ. ജർമ്മനിയുടെ ജൂലിയൻ വെബർ ആണ് സ്വർണം നേടിയത് 91.51 മീറ്റർ. അടുത്തിടെ അന്തരിച്ച മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും KSEB ചെയർമാനുമായിരുന്ന വ്യക്തി എൻ. വി. മാധവൻ. ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ വിക്ഷേപണം വിജയിച്ചത് എത്രാം ശ്രമത്തിൽ? 10. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഈ സമൃദ്ധ. സംസ്ഥാനമൊട്ടാകെ 130 മൃഗചികിത്സാ സ്ഥാപനങ്ങളിലാണ് പദ്ധതി പ്രവർത്തനസജ്ജമാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. രാജ്യാന്തരതലത്തിൽ പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളകളിലൊന്നായ വാൻകൂവർ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെന്ററി സിനിമ ഐ ആം രേവതി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. സാഫ് അണ്ടർ-17 വനിതാ ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ഇന്ത്യ. തായ്ലാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ വ്യക്തി പെയ്തോ ധാരൺ ഷിനവത്ര.
പേറ്റോംടാൻ ഷിനവാട്ര രാഷ്ട്രനേതാവായിരിക്കെ ഭരണഘടനാ തത്വങ്ങളും ധാർമ്മികതയും ലംഘിച്ചതിനെ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് 11 മാസം പിന്നിടവെയാണ് പടിയിറക്കം. 2025 ലെ ദേശീയ കായിക ദിനത്തിൽ ഖേലോ രാവർ സൻസദ് മഹോത്സവ് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മന്ത്രി ആര്. രക്ഷാ ഖാദ്സെ. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റ് താരമായത് അനിമേഷ് കുജൂർ. ഓഗസ്റ്റ് 28 അയ്യൻകാളി ജന്മദിനം. തായ്ലൻഡിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പാറ്റ 2025 ഗോൾഡ് അവാർഡ് നേടിയത് കേരളം ടൂറിസം. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ സിഗ്നേച്ചർ ഫിലിം രൂപകൽപ്പന ചെയ് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ശ്രദ്ധ നേടിയത് പി. വൈസ്. സുധീർ. 16 വർഷം നീണ്ട ഇന്ത്യൻ പ്രീമിയർ ലീഗ് (IPL) ക്രിക്കറ്റ് കരിയറിന് പൂർണ്ണവിരാമമിട്ട സ്പിന്നർ ആർ. അശ്വിൻ. കേരള ക്രിക്കറ്റ് ലീഗിലെ KCL ഏറ്റവും വലിയ ടീം സ്കോർ നേടിയത് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റർ. 249 റൺസ്. കൊച്ചിക്ക് എതിരെ 33 റൺസ് എടുത്തായിരുന്നു വിജയം. പാപ്പുവ ന്യൂഗിനിയിലെയും ഇന്ത്യയിലെയും നിർമ്മാണ കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച് പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി സമർപ്പിച്ച മലയാള സിനിമ പപ്പ ബുക്ക്. സംവിധാനം ഡോക്ടർ ബിജു. ആദ്യമായാണ് പാപ്പുവ ന്യൂഗിനി ഓസ്കാറിനായി ഔദ്യോഗികമായി ഒരു സിനിമ സമർപ്പിക്കുന്നത്. മികച്ച പര്യടനത്തിനുള്ള പൊതുമേഖലാ സ്ഥാപനത്തിനായി വ്യവസായ വാണിജ്യ വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് (KSIE). സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയുടെ CCEK യുടെ ഡയറക്ടറായി നിയമിതായത് ഇഷിത റോയി. 1963 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ MiG-21 വിമാനം അവസാനമായി പറത്തിയ സേന മേധാവി. എയർ ചീഫ് മാർഷൽ പി. സിംഗ്. IIT മദ്രാസുമായി സഹകരിച്ച് അധ്യാപകർക്കായുള്ള AI ടൂളുകളും പരിശീലനവുമായി OpenAIയുടെ പദ്ധതി ലേണിംഗ് എക്സലറേറ്റർ. 2025 ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ മലയാളി അധ്യാപകർ എം. എസ്. കിഷോർ. ആശയം ദി ഗ്രോയിങ് ക്ലാസ്റൂം. ബി. എസ്. മനോജ്. അടുത്തിടെ അന്തരിച്ച മുൻ ലോക 1-ാം നമ്പറും ബ്രിട്ടീഷ് വനിതാ ടെന്നീസ് താരവുമായിരുന്ന വ്യക്തി ഫ്ലോറൻസ് ആഞ്ചല മാർഗരറ്റ് മോർട്ടിമർ. ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യയിൽ നിന്നുമുള്ള 55.8% ഉൽപ്പന്നങ്ങൾക്കും US ചുമത്തിയ ഇരട്ടിത്തീരുവ എത്ര? 50%. ഇന്ത്യയിൽ പിറവിയെടുത്ത് 2025 150 ജന്മവാർഷികം ആഘോഷിക്കുന്ന കായികയിനം സ്നൂക്കർ. US ഓപ്പൺ വനിതാ സിംഗിൾസിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ തോറ്റത്തിനു പിന്നാലെ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച താരം പെട്ര ക്വിറ്റോവ. ലിവർപൂളിനായി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് നേടിയത് റിയോ നുഹോമ. 2025 ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് 931 കോടി രൂപ. 2025 50ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി വയലാർ രാമവർമ്മ. OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് ന്യൂഡൽഹി. അടുത്തിടെ പുറത്താക്കപ്പെട്ട US പ്രതിരോധ വകുപ്പിലെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ജഫ്രി ക്രൂസ്. 2025 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദർ. വേൾഡ് കോമ്പറ്റിറ്റീവ് റാങ്കിംഗ് 2025 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യ 41-ാമത് സ്ഥാനത്താണ്. 2025 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര. ആരോഗ്യപച്ചയെ കാട്ടിത്തന്ന സംഘത്തിലെ അടുത്തിടെ അന്തരിച്ച വ്യക്തി ആരാണ്? കുട്ടിമാത്തൻ കാണി. ഇന്ത്യയിലെ 22-ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM സ്ഥാപിതമാകുന്നത് ഗുവാഹത്തി. 2025 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ US അംബാസഡറായി നിയമിതനായത് സെർജിയോ ഗോർ. ഓണം പ്രചാരണത്തിന്റെ ഭാഗമായി കേരളം ടൂറിസം കേരളത്തനിമയോടെ അവതരിപ്പിച്ച ചിത്രം ഏതാണ്? മോണാലിസ. ഈ ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട ടു ഗഗൻയാൻ.
Ancient wisdom to infinite possibilities. 2025 ഓഗസ്റ്റിൽ RBIയുടെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്നത് MG സർവകലാശാല. 25 മുതൽ 40 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളത്തിൽ പെരുകുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ അമീബ് വിഭാഗം ഏതാണ്? നൈഗേരിയ ഫൗളരി. തൃശൂരിൽ തുടക്കമിട്ട ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന കലോത്സവത്തിന്റെ പേര് വിബ്ജിയോ റോണവില്ല്. ദേശീയ അന്തർസംസ്ഥാന അത്ലറ്റിക്സിൽ തന്നെ മീറ്റർ റെക്കോർഡ് ഭേദിച്ച് 200 മീറ്ററിൽ സ്വർണം നേടിയത് അനിമേഷ് കുജൂർ. 2025 ഡ്യൂറൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്.